ഹായ് എവരിവൺ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് ഫ്രം ഹോം ജോബിലേക്ക് വന്നിട്ടുള്ള നല്ലൊരു ജോബ് വേക്കൻസികളെ കുറിച്ചിട്ടാണ്. അതായത് ഫ്രഷേഴ്സ് ആയവർക്കും എക്സ്പീരിയൻസ് ആയവർക്കൊക്കെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് കമ്പനികളെ കുറിച്ച്. ഈ രണ്ട് കമ്പനികൾ എന്താണ് വർക്ക് ഫ്രം ഹോമിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജോബ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ജോബ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. മൈക്രോ വൺ കമ്പനിയാണ് ആദ്യത്തെ കമ്പനി. ഓക്കെ, ഈ ഒരു കമ്പനി സെയിൽസ് ഡെവലപ്മെന്റ് റെപ്രസെന്റേറ്റീവിലേക്കാണ് ഹയർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ റിക്വയർഡ് സ്കില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്കില്ലിനെ കുറിച്ച് അവസാനമായി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജോബ് ടൈറ്റിൽ വരുന്നത് സെയിൽസ് ഡെവലപ്മെന്റ് റെപ്രസെന്റേറ്റീവിലേക്കാണ് ഒരു കമ്പനി വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ജോബ് ടൈപ്പ് വരുന്നത് ഫുൾ ടൈം ആണ്. അതായത് ഫുൾ ടൈം പെർമനന്റ് ആയിരിക്കും നിങ്ങളുടെ വർക്ക് വരിക. അതുപോലെ തന്നെ ജോബ് ലൊക്കേഷൻ വരുന്നത് റിമോട്ട്, അതായത് വർക്ക് ഫ്രം ഹോം ജോബ് ആയിരിക്കും വരിക. ഓക്കെ, പല റിമോട്ട് വർക്ക് എന്താണെന്ന് ചോദിച്ചിരുന്നു. റിമോട്ട് വർക്ക് ചിലപ്പോൾ നിങ്ങൾ ഓഫീസിലേക്ക് ചില മീറ്റിംഗ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനും ചിലപ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഓഫീസിലേക്ക് ചില സമയത്ത് പോകേണ്ടി വരും. അതാണ് റിമോട്ട് വർക്ക് എന്നോട് ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു കമ്പനി പറഞ്ഞൊരു കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ജോബ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ജോബ് സമ്മറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കീ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോബിലേക്ക് ഹയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ജോലി ബാധ്യതകളും ജോലിയിൽ എന്തൊക്കെ നിങ്ങളുടെ റോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടക്ട് ത്രൂ റിസർച്ച് ടു ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ക്ലയൻസ് ആൻഡ് കീ ഡിസിഷൻ മേക്കേഴ്സ്. അതുപോലെ തന്നെ ഇനിഷ്യേറ്റ് കോൾഡ് കോൾസ് ആൻഡ് ഇമെയിൽ കമാൻഡ്സ് ടു ജനറേറ്റ് ന്യൂ ലീഡ്സ്. മാനേജ് ലീഡ്സ് ത്രൂ CRM സിസ്റ്റം. CRM സിസ്റ്റം വെച്ചാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ടൂളാണ് CRM എന്നുള്ളത്. കസ്റ്റമറുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റകളൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ CRM എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കൊളാബറേറ്റ് വിത്ത് സെയിൽസ് ടീം ടു ക്രിയേറ്റ് ടൈലേർഡ് സ്ട്രാറ്റജീസ്, സെക്യൂർ മീറ്റിംഗ് വിത്ത് പ്രൊസ്പെക്റ്റീവ് ക്ലയൻസ്. അപ്പോൾ ക്ലയൻസുമായി ബന്ധപ്പെട്ടുള്ള അത് കസ്റ്റമർ ഡാറ്റകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു നല്ല റോളായിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, ഇവിടെ റിക്വയർമെന്റ് സ്കിൽ ആൻഡ് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രൂവൺ എക്സ്പീരിയൻസ് ഇൻ B2B സെയിൽസ് ആൻഡ് പ്രൊസ്പെക്റ്റീവ്. നിങ്ങൾ ഫ്രഷേഴ്സ് അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബിസിനസ് ടു ബിസിനസ് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷൻസി ഇൻ യൂസിങ് CRM സിസ്റ്റം, കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് ആ ടൂൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച ഒരു ശീലം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ എന്ത് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ടൂളിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക. ഗൂഗിൾ കാര്യങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ട് ആ ടൂളിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പ്രിഫർഡ് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഇൻ ടെക്നോളജി ആസ് എ സെയിൽസ്, അതായത് സെയിൽസുമായി ബന്ധപ്പെട്ട ഒരു ചെറുതായിട്ടൊരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എന്താണ് ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രഷേഴ്സ് ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ റിക്വയർഡ് സ്കില്ല് കൊടുത്തിട്ടുണ്ട്. CRM സിസ്റ്റം, അതുപോലെ തന്നെ കസ്റ്റമർ മാനേജ്മെന്റ്, കോൾഡ് കോളിംഗ് ആൻഡ് പ്രൊസ്പെക്റ്റിംഗ്, അതുപോലെ തന്നെ B2B സെയിൽസ്. ഈ ഒരു സ്കില്ലും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ CV നിർബന്ധമായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം നിങ്ങളെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ നല്ല രീതിയിൽ ഈ ഒരു സ്കില്ലുകൾ സഹായിക്കപ്പെടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ജോബ് വരുന്നത്, ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ജോബ് വരുന്നത് മാക്കഫേയിലേക്കാണ് കമ്പനി ഒരു റോൾ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഡാറ്റ ഗവർണൻസ് അനലിസ്റ്റിലേക്കാണ് ഒരു കമ്പനി ഒരു റോളിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, കമ്പനിയുടെ പേര് മാക്കഫയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷനും റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ റിക്വയർമെന്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോളജ് ഓഫ് ഡാറ്റ ഗവർണൻസ് ഫ്രെയിം വർക്ക്. ഓക്കെ, ഇവിടെ ഒരു ഡാറ്റ അനലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജോബ് റോളാണ് വരുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഡിഗ്രി ഏത് ഫീൽഡിൽ നിന്ന് കഴിഞ്ഞവരാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാറ്റ അനലിസ്റ്റിൽ നിങ്ങൾ വല്ല കോഴ്സുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എലിജിബിലിറ്റിയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രഷേഴ്സ് അവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് അവർക്കും അപ്ലൈ സാധിക്കും. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് പ്ലസ് നിങ്ങളിപ്പോൾ ഏത് ഫീൽഡിൽ നിന്ന് ഗ്രാജുവേറ്റ് കഴിഞ്ഞവരായിക്കോട്ടെ, നിങ്ങൾക്ക് അതിന്റെ കൂടെ ഡാറ്റ അനലിസ്റ്റ് കോഴ്സുകൾ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പ്രൊഫഷൻസി ഇൻ ഡാറ്റ ലീനേജ് ട്രാക്കിംഗ് ആൻഡ് പ്രോസസ് മാപ്പിംഗ് ആൻഡ് ഗവർണൻസ് വർക്ക് ഫ്ലോ. ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ വർക്ക് ഡീറ്റെയിൽസ് 5 days ആണ് വർക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വർക്ക് ഫ്രം ഹോം ജോബാണ് വരുന്നത്. കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ജോബാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും അവർക്ക് ഈ ഒരു ജോബ് ഇൻഫർമേഷൻ അയച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.